റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത്. അമേരിക്കയും ജപ്പാനെയും ദക്ഷിണ കൊറിയയും യുക്രൈനെയും ആക്രമിക്കാൻ ഇരു രാജ്യങ്ങളും അതീവ രഹസ്യമായി പദ്ധതിയിടുന്നു എന്നാണ് വിവരം. അതനുസരിച്ച് ഉത്തര കൊറിയ റഷ്യയിലേക്ക് 1,00,000 സൈനികരെ അയക്കാൻ പദ്ധതിയിടുന്നുവെന്നും പകരമായി ഉത്തര കൊറിയയ്ക്ക് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ നൽകാൻ റഷ്യ പദ്ധതിയിടുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉത്തര കൊറിയയും അമേരിക്കയും ബന്ധവൈരികളാണ്. അതുപോലെ ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി ഉത്തര കൊറിയയ്ക്ക് നല്ല ബന്ധമല്ല. മിസൈൽ പരീക്ഷണങ്ങളുമായി ദക്ഷിണ കൊറിയയും ജപ്പാനെയും ഉത്തര കൊറിയ ഭീഷണിപ്പെടുത്തുന്നത് തുടരുന്നു. അതുപോലെ അമേരിക്കയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിനെ ശക്തമായി എതിർക്കുകയാണ് പ്രസിഡന്റ് കിം ജോങ് ഉൻ. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആണെങ്കിലും ശക്തമായ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് ഉത്തര കൊറിയ അമേരിക്കയെ നിലവിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അയൽക്കാരനായാലും സൂപ്പർ പവർ ആയാലും പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്ന ഉത്തര കൊറിയ ഇന്ത്യയുടെ സഖ്യകക്ഷിയായ റഷ്യയുമായി സൗഹൃദത്തിലാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നല്ല ബന്ധം പോലെ തന്നെ റഷ്യയും ഉത്തര കൊറിയയും സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദം കൊണ്ടാണ് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ 10,000 സൈനികരെ മുമ്പ് അയച്ചിരുന്നത്. ഇത് ഉക്രൈന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ റഷ്യയും ഉത്തര കൊറിയയും നിശബ്ദമായി എന്തൊക്കെയോ ചെയ്യുകയാണ്. ഇതിനെ ഒരു നിശബ്ദ നടപടി എന്ന് വിളിക്കുന്നതിന് പകരം അമേരിക്കയെയും യുക്രൈനെയും ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും ആക്രമിക്കുന്ന ഒരു നടപടി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതം. കാരണം റഷ്യ ഉത്തര കൊറിയ നീക്കം ഭയാനകമാണ്. ഇത് സംബന്ധിച്ച് സൈനിക വിശകലന വിദഗ്ധർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയിലേക്ക് 10 മടങ്ങ് കൂടുതൽ സൈനികരെ, അതായത് 1,00,000 സൈനികരെ അയക്കാൻ ഉത്തര കൊറിയ പദ്ധതിയിടുന്നതായാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയെ പിന്തുണച്ച് ഉത്തര കൊറിയ യുക്രൈനിൽ പോരാടാൻ പോകുകയാണ്. ഉക്രൈന് ഇതൊരു പ്രധാന പ്രശ്നമായി മാറുകയും ചെയ്യും. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഷ്യയിലേക്ക് 1,00,000 സൈനികരെ തിരിച്ചയക്കാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തര കൊറിയ ഒരു മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചത്. രാജ്യത്തിന്റെ സൈനിക ശക്തി ശക്തിപ്പെടുത്തുന്നതിനായാണ് ഇത് പരീക്ഷിച്ചതും. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദക്ഷിണ കൊറിയ സന്ദർശിച്ച വേളയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഈ മിസൈൽ പരീക്ഷണത്തിന് റഷ്യയും സഹായിച്ചതായി പറയപ്പെടുന്നു. റഷ്യൻ മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഉത്തര കൊറിയ ഈ പരീക്ഷണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. അതുപോലെ റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ ഇപ്പോഴും സൈനിക സാങ്കേതിക കൈമാറ്റങ്ങൾ ഉണ്ടാകും. ഇത് ഉത്തര കൊറിയയുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കും. അങ്ങനെയെങ്കിൽ ഉത്തര കൊറിയയുടെ അയൽക്കാരായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും വലിയ ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത്. ജപ്പാനും റഷ്യയും തമ്മിൽ ഇതിനോടകം തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. റഷ്യയ്ക്ക് മേൽ ജപ്പാൻ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടരുന്നതിനാൽ ജപ്പാനെ സസ്പെൻസിൽ നിർത്താൻ ഉത്തര കൊറിയയെ ഉപയോഗിക്കുകയല്ലാതെ റഷ്യയ്ക്ക് മറ്റു മാർഗമില്ല. തൽഫലമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് സൈനിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നൽകുന്നത് തുടരും. അതുപോലെ ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇതിനകം തന്നെ അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുന്നില്ല. അമേരിക്കയെ നേരിടാൻ റഷ്യയുടെ സഹായത്തോടെ ഉത്തര കൊറിയയ്ക്ക് സൈനിക ഘടന ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ഇത് അമേരിക്കയ്ക്കും ഭീഷണിയാകും. ഉത്തര കൊറിയ 10,000 സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ദക്ഷിണ കൊറിയയിലെ അസാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിസി സ്റ്റഡീസിലെ സീനിയർ അനലിസ്റ്റ് യാങ് യുക് പറഞ്ഞു. യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യൻ സൈനികരുടെ കുറവ് അനുഭവിക്കുന്നതിനാലാണ് ഇത്തരത്തിലൊരു നീക്കം റഷ്യ നടത്തിയതെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ റഷ്യൻ സൈന്യത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമായി വരികയും ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ ഉത്തര കൊറിയ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുന്നത് തുടരുകയും ചെയ്യും. ഇതിന് പകരമായി റഷ്യയുടെ സഹായത്തോടെ പ്രതിരോധ മേഖലയെ ആധുനികവൽക്കരിക്കാനാണ് ഉത്തര കൊറിയ പ്രവർത്തിക്കുന്നത്. ഇത് ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാകും ഉയർത്തുന്നത്. റഷ്യയുടെ സഹായത്തോടെ ഉത്തര കൊറിയ ഇതിനകം ഒരു മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു കഴിഞ്ഞുവെന്നും യാങ് യുക് പറഞ്ഞു.